Hello, good evening all of you. ഇന്ന് കേരള സെറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ്. സോ ലേൺ വിത്ത് ഡോക്ടർ ഹേമ രാമചന്ദ്രൻ. ഇന്ന് നമ്മൾ നോക്കുന്നത് ടീച്ചിങ് മോഡൽസിനെ പറ്റിയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ഷോർട്ടായിട്ടുള്ള നോട്ട്സ് പറയും. അതൊന്ന് അറിഞ്ഞ ശേഷം നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചോദിച്ച സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടീച്ചിങ് മോഡൽസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് പാറ്റേൺസ് ഓഫ് ഫ്രെയിംവർക്ക്സ് ദാറ്റ് ഹെൽപ്പ് ടീച്ചേഴ്സ് ഓർഗനൈസ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് എഫക്റ്റീവ്ലി. അപ്പോൾ ഒരു ഫ്രെയിംവർക്ക് മോഡലാണ് ദാറ്റ് ഹെൽപ്സ് ടീച്ചേഴ്സ് ടു ഓർഗനൈസ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ലേണിംഗ് ഉണ്ട്. അത് കൺസെപ്റ്റ് ഫോർമേഷൻ, ഇൻക്വയറി, പ്രോബ്ലം സോൾവിങ്, മെമ്മറി, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇതിനെല്ലാം ഫോക്കസ് ചെയ്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മോഡൽസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ മോഡൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ല. ഏതൊക്കെ മോഡൽസാണ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ ഇൻക്വയറി ട്രെയിനിങ് മോഡലാണ്. റിച്ചാർഡ് സച്ച്മാൻ ആണ് അതിൻ്റെ ആ ട്രെയിനിങ് മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവലപ്സ് ക്വസ്റ്റ്യനിങ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സയൻറ്റിഫിക് തിങ്കിങ് എമംഗ് സ്റ്റുഡൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, അത് ജെറോം ബ്രൂണറുടെയാണ്. ഇറ്റ് ഹെൽപ്സ് ലേണേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് കൺസെപ്റ്റ്സ് ബൈ കമ്പയറിങ് എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ് നോൺ എക്സാമ്പിൾസും വെച്ചിട്ട് കൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനെയാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ആരാണ് കൊണ്ടുവന്നത്? ജെറോം ബ്രൂണർ. തേർഡ് വൺ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, ഡേവിഡ് ഓസ്ബെൽ. അത് ഇറ്റ് യൂസസ് ഇൻട്രൊഡക്ടറി കൺസെപ്റ്റ്സ് ടു കണക്ട് ന്യൂ നോളജ് വിത്ത് പ്രീവിയസ് ലേണിംഗ്. അപ്പോൾ ഇൻട്രൊഡക്ടറി കൺസെപ്റ്റ്സ് വെച്ച് ന്യൂ നോളജും പ്രീവിയസ് ലേണിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡലാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. ആരാ കൊണ്ടുവന്ന്? ഡേവിഡ് ഓസ്ബെൽ. നെക്സ്റ്റ്, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, അത് ഷരൺ ആൻഡ് ഷരൺ ആണ്. പ്രൊമോട്ട്സ് കോപ്പറേറ്റീവ് ലേണിംഗ് ത്രൂ ഗ്രൂപ്പ് റിസർച്ച് ആൻഡ് ഡിസ്കഷൻ. കോപ്പറേറ്റീവ് റിസർച്ച്, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ. പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഷരൺ ആൻഡ് ഷരൺ. പിന്നെ ഗൈഡഡ് ഡിസ്കവറി മോഡൽ ജെറോം ബ്രൂണറുടെയാണ്. അത് ടീച്ചർ വിൽ ഗൈഡ് ടു ഡിസ്കവർ കൺസെപ്റ്റ്സ് ഓൺ their own ഇൻസ്റ്റെഡ് ഓഫ് ഡയറക്റ്റ്ലി എക്സ്പ്ലെയിനിങ് ദം. ഇപ്പോൾ സ്റ്റുഡൻസ് തന്നെത്താനെ ഈ കൺസെപ്റ്റ്സ് ഡിസ്കവർ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഗൈഡ് ഡിസ്കവറി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ മോഡേൺ ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ സ്റ്റുഡൻറ്റ് സെൻറ്റർഡ് മോഡൽസ് ആണ്. അവിടെ ലേണേഴ്സ് വിൽ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്, ഇൻവെസ്റ്റിഗേറ്റ്, ഡിസ്കസ് ആൻഡ് സോൾവ് പ്രോബ്ലംസ് ആൻഡ് ടീച്ചർ ഹിയർ ആക്ട്സ് ആസ് എ ഫെസിലിറ്റേറ്റർ. അപ്പം മോഡേൺ മോഡൽസ് എല്ലാം സ്റ്റുഡൻറ്റ് സെൻറ്റർഡ് മോഡൽസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ തവണ അഡി മോഡൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ഒന്നും കൂടെ പറഞ്ഞതാണ്. ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മോഡൽ ഫോർ അനാലിസിസ്, ഡിസൈൻ, ഡെവലപ്മെൻറ്റ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ മോഡലും കൂടെ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്വിക്ക് റിവിഷനിൽ പറയുകയാണ്. ടീച്ചിങ് മോഡലിൽ ഇൻക്വയറി ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മെയിൻ പർപ്പസ് സയൻറ്റിഫിക് ഇൻക്വയറി ആൻഡ് ക്വസ്റ്റ്യനിങ് ആണ്. ഡെവലപ്പർ റിച്ചാർഡ് സച്ച്മാൻ ആണ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ കൺസെപ്റ്റ് ഫോർമേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ജെറോം ബ്രൂണറാണ് ഡെവലപ്പ് ചെയ്തത്. അഡ്വാൻസ് ഓർഗനൈസർ മീനിങ് ഫുൾ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഡേവിഡ് ഓസ്ബെലാണ് ഈ മോഡൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഗൈഡഡ് ഡിസ്കവറി, സെൽഫ് ഡിസ്കവറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ജെറോം ബ്രൂണറുടെയാണ്. ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ, കോപ്പറേറ്റീവ് ലേണിങ്ങിൻ്റെയാണ് ഷരൺ ആൻഡ് ഷരൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് അതുപോലൊരു മെമ്മറി ട്രിക്കും കൂടെ ഉണ്ട്. ഐ ക്യാൻ ഓൾവേസ് ഗൈഡ് ഗ്രൂപ്പ്സ്. ഇതിൽ ഐ എന്ന് പറഞ്ഞാൽ ഇൻക്വയറി ട്രെയിനിങ് ആണ്. പിന്നെ സി കൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ്, എ എന്ന് പറയുന്നത് അഡ്വാൻസ് ഓർഗനൈസർ, ജി ഗൈഡഡ് ഡിസ്കവറി ആൻഡ് ജി ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ. സോ ഐ ക്യാൻ ഓൾവേസ് ഗൈഡ് ഗ്രൂപ്പ്സ്, അത് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, ക്വസ്റ്റ്യൻ 1, a model that enhances the questioning skills of students is concept attainment model, inquiry training model, group investigation model, guided discovery model. ഏത് മോഡലാണ് എൻഹാൻസസ് ക്വസ്റ്റ്യനിങ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസ് വരുന്നത്? സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടീച്ചിങ് മോഡൽ ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ കൺസെപ്റ്റ് ഫോർമേഷൻ? ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, മാസ്റ്ററി ലേണിംഗ് മോഡൽ. ഏതാണ് കൺസെപ്റ്റ് ഫോർമേഷന് വേണ്ടിയിട്ടുള്ളത്? അപ്പോൾ നമുക്ക് അതിൽ തന്നെ ആ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടല്ലേ, കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. ഓക്കെ,
Next question. The advanced organizer model was proposed by Jerome Bruner, ഡേവിഡ് ഓസ്ബെൽ, സ്കിന്നർ, പിയാജറ്റ്. ആരാണ് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ പ്രപ്പോസ് ചെയ്തത്? ജെറോം ബ്രൂണർ ആണോ, ഡേവിഡ് ഓസ്ബെൽ ആണോ, സ്കിന്നർ ആണോ, പിയാജറ്റ് ആണോ? ഡേവിഡ് ഓസ്ബെൽ ആണ് ആൻസർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗൈഡഡ് ഡിസ്കവറി ലേണിംഗ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്കിന്നർ, തോണ്ടൈക്ക്, ജെറോം ബ്രൂണർ, പാവ്ലോ. ഗൈഡഡ് ഡിസ്കവറി ലേണിംഗ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആരുമായിട്ടാണ്? സ്കിന്നർ, തോണ്ടൈക്ക്, ജെറോം ബ്രൂണർ, പാവ്ലോ. ആൻസർ ജെറോം ബ്രൂണർ. Next question. Which teaching model emphasizes learning through investigation and inquiry? Inquiry training model, lecture model, programmed instruction, direct teaching. ഏത് മോഡലാണ്? ലേണിംഗ് ത്രൂ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടീച്ചിങ് മോഡൽ ദാറ്റ് is based on cooperative learning and group research is advanced organizer model, group investigation model, programmed learning, mastery learning. ടീച്ചിങ് മോഡൽ ബേസ്ഡ് ഓൺ കോപ്പറേറ്റീവ് ലേണിംഗ് ആൻഡ് ഗ്രൂപ്പ് റിസർച്ച് ഏതാണ്? ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ സ്റ്റുഡൻസ് ലേൺ കൺസെപ്റ്റ്സ് ത്രൂ മെമ്മറൈസേഷൻ, എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ്, റെപ്പറ്റീഷൻ, ലെക്ചറിങ്. കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലിൽ സ്റ്റുഡൻസ് കൺസെപ്റ്റ്സ് എന്തിൽ കൂടെയാണ് മനസ്സിലാക്കുന്നത്? മെമ്മറൈസേഷൻ, എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ്, റെപ്പറ്റീഷൻ, ലെക്ചറിങ്. ആൻസർ എക്സാമ്പിൾസ് ആൻഡ് നോൺ എക്സാമ്പിൾസ്. Next question. In modern teaching models, teacher mainly acts as a dictator, facilitator, examiner, supervisor only. Modern teaching models teacher എങ്ങനെ ആക്ട് ചെയ്യുന്ന? ഡിക്റ്റേറ്റർ, ഫെസിലിറ്റേറ്റർ, എക്സാമിനർ, സൂപ്പർവൈസർ ഉള്ളി. ഫെസിലിറ്റേറ്റർ ആൻസർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which teaching model encourages students to discover principles on their own? Guided discovery model, lecture method, drill method, demonstration method. ഏതാണ് പ്രിൻസിപ്പിൾസ്? അവരുടേതായ പ്രിൻസിപ്പിൾസ് ഡിസ്കവർ ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യുന്ന മോഡൽ ഏതാണ്? ഗൈഡഡ് ഡിസ്കവറി മോഡൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മോഡൽ? ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, ഗ്രൂപ്പ് ഇൻവെസ്റ്റിഗേഷൻ മോഡൽ, ഗൈഡഡ് ഡിസ്കവറി മോഡൽ, ട്രഡീഷണൽ ലെക്ചർ മെത്തേഡ്. ഏതാണ് ലേണർ സെൻറ്റേർഡ് ടീച്ചിങ് മോഡൽ അല്ലാത്തത്? ട്രഡീഷണൽ ലെക്ചർ മെത്തേഡ്. Next question. A model that enhances questioning skills of students is concept attainment model, inquiry training model, group investigation model, guided discovery model. ഏത് മോഡലാണ് ക്വസ്റ്റ്യനിങ് സ്കിൽസ് ഓഫ് സ്റ്റുഡൻസിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യുന്നത്? ഇൻക്വയറി ട്രെയിനിങ് മോഡൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. കീപ് വാച്ചിങ് മൈ ചാനൽ, പ്ലീസ് സബ്സ്ക്രൈബ്. അതുപോലെ കഴിഞ്ഞതിലും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയിലെയും നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റിവൈസ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. Okay, keep watching, please subscribe, and thank you. Be happy.